ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു എ ചാനൽ. അപ്പോൾ ഇന്ന് ആദ്യത്തെ റെസിപ്പി റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള മേത്തി മട്ടർ മലായി റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മേത്തി ലീവ്സ്, ഉലുവയുടെ ചീരയില്ലേ, അതൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. നല്ല വൃത്തിക്ക് കഴുകിയെടുക്കണം, ഒരു 3-4 വെള്ളത്തിലെങ്കിലും കഴുകിയെടുക്കണം. എന്നിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം, എന്നാലേ അതിൻ്റെ കയ്പ്പ് രസം പോവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഇലയ്ക്ക് നല്ല കയ്പ്പാണ്. അപ്പോൾ അതുകൊണ്ട് നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുത്ത് മാറ്റി വെക്കുക. ഇനി കുറച്ച് ഗ്രീൻ പീസ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ഫ്രഷ് ഗ്രീൻ പീസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഫ്രഷ് ഗ്രീൻ പീസ് തന്നെ എടുക്കണം കേട്ടോ. ഫ്രോസൺ ഗ്രീൻ പീസ് എടുത്താലും അത്ര നന്നായിട്ടുണ്ടാവില്ല. അതേപോലെ തന്നെ നമ്മൾ കുതിർത്ത് വെച്ചിട്ട് എടുക്കത്തില്ല, അതും നന്നായിട്ടുണ്ടാവില്ല. ഫ്രഷ് ഗ്രീൻ പീസ് ആണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് നല്ലോണം യൂസ് ചെയ്യാൻ പറ്റും, വില കുറവാണല്ലോ. അപ്പോൾ അതാ ഒരു 2-3 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് ബോയിൽ ആക്കിയിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഗ്രേവിക്ക് വേണ്ട മസാല ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് സെയിം പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു വലിയ സൈസ് ഉള്ളി എടുത്തിട്ടുണ്ട്, അത് സ്ലൈസ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയ സൈസ് ഉള്ളിയാണ്, ചെറുതാണെങ്കിൽ 2 എടുക്കണം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അടച്ചു വെച്ച് വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വഴണ്ടി കിട്ടിക്കോളും, പെട്ടെന്ന് വെന്ത് വരും. അത് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി, പെട്ടെന്ന് ആയി കിട്ടിക്കോളും കേട്ടോ. ഉള്ളിയുടെ കളറൊന്ന് മാറി വരണം, ഇച്ചിരി ഒന്ന് ബ്രൗൺ കളറായി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലോട്ട് 2 മീഡിയം സൈസ് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3 വറ്റൽമുളകും കുറച്ച് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 5 കാഷ്യൂനട്ട്. ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ കാഷ്യൂനട്ട് ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ കുഴപ്പമില്ല, ഉണ്ടെങ്കിൽ ചേർക്കാം. അത് കഴിഞ്ഞ് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഒരെണ്ണേ ചേർക്കുന്നുള്ളേ. എന്നിട്ട് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. തക്കാളി ഒന്ന് വെന്ത് വരണം, ഒന്ന് ഉടഞ്ഞു വരുന്നവരെ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക. ഉടഞ്ഞില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് വെന്ത് വരുന്നവരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അടച്ചു വെച്ച് വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആയി കെട്ടിക്കോളും. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ആംചൂർ പൗഡർ, ഡ്രൈ മാംഗോ പൗഡർ ഇല്ലേ, അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ ആംചൂർ പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റിൽ കുറച്ച് നാരങ്ങനീര് ചേർത്താൽ മതി കേട്ടോ. ഇത് വേണമെന്നൊന്നും ഇല്ല, എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഞാൻ ചേർത്തെന്ന് മാത്രം. അത് കഴിഞ്ഞിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നവരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണേ. എന്നിട്ട് അത് മാറ്റി വെക്കുക. തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നല്ലതുപോലെ ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ട് ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ ആവുന്നവരെ അരച്ചെടുക്കണം കേട്ടോ, നല്ലതുപോലെ അരച്ചെടുക്കണം. നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ അരിച്ചെടുക്കാം, പക്ഷെ ഞാൻ അരിച്ചെടുക്കുന്നില്ല, നേരെ അങ്ങനെ തന്നെ നമ്മൾ ഈ ഗ്രേവി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിനായിട്ട് സെയിം പാനിലേക്ക് കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുത്തു. ഞാൻ വളരെ കുറച്ച് എണ്ണ ഒഴിക്കുന്നുള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾ കാണുമ്പോൾ ഒരുപാട് തവണ എടുത്തതായിട്ട് തോന്നും, പക്ഷേ ഞാൻ കുറച്ച് എണ്ണ എടുക്കുന്നുള്ളൂ. അത് കഴിഞ്ഞ് എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു പട്ട, 2 ഏലക്ക, ഒരു ബേ ലീഫ് ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ജീരകമാണ് ചേർത്തേക്കുന്നത്. എന്നിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ഗ്രേവി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ളത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ജാറിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇത് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുത്താലും മതിയെ. തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കണം. അതും കൂടി ചേർത്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന മേത്തി ലീവ്സ് ഇല്ലേ, ഉലുവയുടെ ഇല, അതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്നും കൂടി ഇളക്കി എടുക്കണം കേട്ടോ. ഉലുവയുടെ ഇല നിങ്ങൾക്ക് ഒന്നെങ്കിൽ അരിഞ്ഞിട്ട് ചേർക്കാം, അതാകുമ്പം മിക്സ് ചെയ്യുമ്പോൾ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. ഞാനിപ്പോൾ അരിഞ്ഞിട്ടൊന്നുമില്ല, നേരെ അങ്ങനെ തന്നെ ഇടുമായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് ഇളക്കുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും, എന്നാലും കുഴപ്പമില്ല. എനിക്ക് ആ ഇല അങ്ങനെ കാണാനാണ് ഇഷ്ടം. അല്ലാണ്ട് കുഞ്ഞു കുഞ്ഞായിട്ട് കാണുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, ലൈക്ക് കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുക്കാറുള്ളത്. അത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. കറി അത്യാവശ്യം ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്, എന്നാലും നല്ലോണം തിളയ്ക്കണം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് കറി നന്നായിട്ട് തിളച്ച് വരട്ടെ. അത്യാവശ്യം നല്ലതുപോലെ തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കസൂർ മേത്തി ചേർത്ത് കൊടുക്കണം. കസൂർ മേത്തി ഓപ്ഷനിലാണ്, പക്ഷെ ചേർക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും, അതേപോലെ തന്നെ നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കസൂർ മേത്തി നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1/4 ടീസ്പൂൺ ഉണ്ടാവും, അത്രയേ ഉള്ളൂ കേട്ടോ. അതും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഏറ്റവും ലാസ്റ്റിലായിട്ട് കുറച്ച് മല്ലിയില, പിന്നെ കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി. അടിപൊളി ടേസ്റ്റി കറിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഇനി അടുത്തത് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ചക്ക കറി, ചക്ക തീയൽ എന്നൊക്കെ പറയാം. ഞാൻ വെജിറ്റബിൾ ഷോപ്പിൽ പോയ സമയത്ത് അവിടെ ഈ ചക്ക കണ്ടു കേട്ടോ. ഞാൻ ആക്ച്വലി ചീമച്ചക്ക കിട്ടില്ലേ, അതുണ്ടോ എന്ന് നോക്കിയത്, പക്ഷെ അത് കിട്ടിയില്ല. ഈ ഒരു ചെറിയ ഇടിച്ചക്ക കിട്ടി. പിന്നെ കിട്ടിയതങ്ങ് വാങ്ങിച്ചുകൊണ്ട് വന്നു. അത്യാവശ്യം കോസ്റ്റ്ലി ആണ് ഇവിടെ, എന്നാലും വാങ്ങിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് അത് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്യുന്ന കുറച്ച് പണിയാണ്, എന്നാലും കുഴപ്പമില്ല, വല്ലപ്പോഴും അല്ലേ. ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. ഞാനൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച്
കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് ഒരു വിസിൽ മാത്രം അടുപ്പിക്കുന്നുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് അങ്ങ് വേവിക്കുന്നില്ല. ഇത് വീണ്ടും മസാലയിലിട്ട് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒറ്റ ഒരു വിസിൽ മാത്രം അടുപ്പിച്ചെടുക്കുന്നുള്ളേ. നിങ്ങൾക്ക് കുക്കറിൽ വേവിക്കേണ്ടെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് കറിയിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. അതാകുമ്പോൾ കുറച്ച് സമയം എടുക്കും വേവാനായിട്ട്, എന്നാലും കുഴപ്പമില്ല. ഇതാ ഇപ്പോൾ ഒരു വിസിലൊക്കെ അടിച്ച് പ്രഷറൊക്കെ പോയി കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ വറക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു ചീഞ്ചട്ടിയിലേക്ക് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 3-4 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. 3-4 അല്ല, ഒരു 5 ഉണ്ടാവും ചെറിയുള്ളി. അത് കഴിഞ്ഞ് കുറച്ച് കരിവേപ്പില, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു പട്ടയുടെ കഷ്ണം, ഇത്രയും ചേർത്തിട്ട് ആദ്യം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. ഇത് നല്ല ബ്രൗൺ കളറായി വരുന്നവരെ വറുത്തെടുക്കണം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ. ഇത് വറുത്തെടുക്കുന്ന മാത്രമേ പണിയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ആയിക്കോളൂ. ഇതിപ്പോൾ അത്യാവശ്യം കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഡാർക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിത് ലോ ഫ്ലെയിമിൽ തന്നെ ഇരിക്കട്ടെ. നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പൊടികളുടെ പച്ചമണം മാറാൻ വേണ്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ഒന്നെങ്കിൽ സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്യാം, ആ ഒരു പാത്രത്തിന് ചൂടുകൊണ്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ആക്കി ഇട്ടിക്കോളും. അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രമേ ചെയ്യാവൂ, ഇല്ലാന്നുണ്ടെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകട്ടോ. അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രമേ ചെയ്യാവൂ. ഇതാ ഇപ്പോൾ തണുക്കാനായിട്ട് മാറ്റി വെച്ചു. ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുന്നുണ്ട്. ആദ്യം ഒന്ന് പൊടിച്ചെടുക്കും, എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇൻ കേസ് നിങ്ങൾക്ക് അങ്ങനെ വേണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കാതെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്താലും മതി. നമ്മുടെ അരപ്പ് റെഡിയായി. ഇനി നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് സെയിം പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉള്ളിയാണ്. ഉള്ളി നീളത്തിൽ അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. വലിയ സൈസിലുള്ള ഒരു ഉള്ളിയാണ് എടുത്തേക്കുന്നത് കേട്ടോ. അത്യാവശ്യം വലിയ സൈസാണ്, അപ്പോൾ അതുകൊണ്ട് ഒന്നേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ ഉള്ളിയുടെ കളർ ഒന്ന് മാറി വരുന്നവരെ വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ അടച്ചു വെച്ചിട്ട് വേവിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് തുറന്ന് വെച്ച് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ആക്കിയിട്ടിക്കോളും. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ചധികം സമയം എടുക്കും. ഉള്ളിയുടെ കളർ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കയില്ലേ, അത് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചൊന്ന് വേവിക്കുന്നുണ്ട് കേട്ടോ. ഒരു 1-2 മിനിറ്റൊക്കെ ഒന്ന് വേവിച്ചാൽ മാത്രം മതി. ജസ്റ്റ് ഒന്ന് കോട്ടാക്കി ഇട്ടാൻ വേണ്ടി മാത്രം, ആ ഒരു ചക്ക ഒന്ന് കോട്ടാക്കി ഇട്ടാൻ വേണ്ടി മാത്രം. ഇനി ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മീറ്റ് മസാലയില്ലേ, അതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇൻ കേസ് മീറ്റ് മസാല ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മീറ്റ് മസാല ചേർക്കുകയാണെങ്കിൽ നല്ല ആ ഒരു ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ കറിക്ക് എത്ര ചാറ് ആവശ്യമുണ്ടോ അതിനനുസരിച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ കറി ഇരിക്കുന്തോറും കുറുകും, അപ്പോൾ അതിനനുസരിച്ച് വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, ചെറിയൊരു തക്കാളിയാണ് എടുത്തേക്കുന്നത്. അതും കൂടി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് കരിവേപ്പിലയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കണം. കറി നല്ലതുപോലെ തിളച്ച് വരണം കേട്ടോ. അതുവരെ നന്നായിട്ട് തിളപ്പിക്കുക. ഞാനിപ്പോൾ ഈ തലേദിവസമാണ് ചെയ്ത് വെക്കുന്നത്. കാരണം ഈ കറിയൊക്കെ ഉണ്ടല്ലോ ഒരു ദിവസം കഴിയുമ്പോഴായിരിക്കും ടേസ്റ്റ് കൂടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ തലേദിവസം ഇത്രേ ചെയ്ത് വെക്കുന്നുള്ളൂ. നല്ലതുപോലെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിങ്ങനെ തന്നെ വെക്കാൻ പോവാണ്. പിറ്റേ ദിവസം ആകുമ്പോൾ ഞാൻ തുറന്ന് നോക്കുമ്പോൾ കളറൊക്കെ മാറിയിട്ടുണ്ട്, അത്യാവശ്യം എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാൻ പോവാണ്. വീണ്ടും നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം കറി. അപ്പോൾ ഞാൻ ഈ സമയത്ത് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാൻ പോവാണ്. ഇനി ഈ കറി നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ മാത്രം മതി. നമ്മുടെ ഇടിച്ചക്ക കറി റെഡിയാണ് കേട്ടോ. ഇത് എനിക്കറിയില്ല നിങ്ങളെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്, പക്ഷേ ഞാൻ എൻ്റെതായ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. നമുക്ക് ആ ഒരു ഇറച്ചിക്കറിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ട്, ബിക്കോസ് മീറ്റ് മസാല ചേർക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈസി അല്ലേ? ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അടുത്തത് ക്യാബേജ് തോരൻ്റെ റെസിപ്പിയാണ്. പേർപ്പിൾ കളർ ക്യാബേജ് തോരൻ്റെ റെസിപ്പിയാണ്. ഇത് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, എന്നാലും ഞാനൊന്ന് കാണിച്ചിരുന്നത് മാത്രം. അപ്പോൾ ഞാൻ ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എണ്ണ ചൂടായി വരുന്ന സമയത്ത് കടുകിട്ട് പൊട്ടിച്ചു. ഇതിലേക്ക് ഒരു 1/2 ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ ഉള്ളിയുടെ 1/2 കഷ്ണം എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ പർപ്പിൾ കളർ ക്യാബേജ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ക്യാബേജിന് കുറച്ച് വേവ് ഉണ്ട് കേട്ടോ. നമ്മുടെ സാധാരണ ക്യാബേജ് പോലല്ല, കുറച്ച് വേവ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കാം. പക്ഷെ ഞാനിവിടെ വെള്ളം ചേർക്കാതെ സ്ലോ ആയിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കണം. ഞാൻ മഞ്ഞപ്പൊടി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. പക്ഷേ എനിക്ക് അതിൻ്റെ കളർ കിട്ടണം, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മഞ്ഞപ്പൊടി ഒന്നും ചേർത്ത് കൊടുക്കാത്തത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇത് അത്യാവശ്യം വേവുള്ള ക്യാബേജ് ആയതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് വെള്ളം ചേർത്ത് കൊടുക്കാം, കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അതൊന്നും ചേർക്കുന്നില്ല. ജസ്റ്റ് ഇങ്ങനെ അടച്ചു വെച്ച് വേവിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഏറ്റവും ലാസ്റ്റിലായിട്ട് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. തേങ്ങ പച്ചമണം ചോദിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അടച്ചു വെച്ച് 1 മിനിറ്റ് കൂടി ഒന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്യാബേജ് തോരൻ റെഡി.
അടിപൊളിയല്ലേ കാണാനായിട്ട്, ഹെൽത്തിയുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.